എന്നാൽ നിന്റെ മാത്രം പ്രത്യേക ദിവസമല്ല, ഇത് ഞങ്ങളുടെ കൂടിയാണ്. കാരണം ഈ ദിവസമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി അച്ചു ഈ ലോകത്തിലേക്ക് വന്നത്. നിന്റെ എല്ലാ ജന്മദിനാഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത്രമേൽ ഇഷ്ടത്തോടും സ്നേഹത്തോടും ടീം ഗേൾസിന്റെ 1000 ജന്മദിനാശംസകൾ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺവെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ. ഇത് കണിയല്ല, കെണിയാ. അശോക, ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സർ. എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്, വെച്ച് നോക്ക്. പ്രയോജനമൊന്നും കാണത്തില്ല. മാടമ്പിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി. അപ്പോ എന്റെ ഊഹം ശരിയാണ്, അവൾക്ക് ഭ്രാന്താണല്ലേ? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണ ഈശ്വര, എന്തൊരു ചൈതന്യം! മോള് അവിടെ പോയി ചാച്ചിക്കോ. നമസ്കാരം, ബ്രോച്ചിൽ ന്യൂസിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഇന്നും ഞാനൊരു എക്സൈറ്റിംഗ് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വ്യക്തിക്ക് പിറന്നാൾ ആശംസകൾ അയച്ചത് ആരാണെന്ന് അറിയണ്ടേ? നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഹലോ, നമസ്കാരം. ഞാൻ മോഹൻലാലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള പിറന്നാൾ ആശംസകളും നേരുകയാണ്. അതേപോലെ എൻ്റെ അടുത്ത സിനിമയിൽ നിങ്ങൾക്കൊരു മെയിൻ റോള് കാത്തിരിപ്പുണ്ട്. എന്നെ വിളിച്ചോ ആകാശത്തിങ്കൾ കനിയേ നീ, ഓരോ നിമിഷവും എന്നിൽ നീ കനവായി മിന്നും നീ. എന്തിനു വേണ്ടി നീ എൻ നെഞ്ചിലൊളിക്കുന്നേ ശ്വാസം ഉയിരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാൻ അലഞ്ഞിടുമേ. വഴിയിലീരാവോളം ഒഴുകിന കേടാ